മനുഷ്യ നീ പുറത്തു വരിക, നിന്റെ ജീർണതകളിൽ നിന്ന്, ഭക്തിയില്ലായ്മയിൽ നിന്ന്, താൻ പോരുമയിൽ നിന്ന്, യാന്ത്രികമായ തഴക്കദോഷങ്ങളിൽ നിന്ന് പുറത്തു വരിക. മനുഷ്യ നീ പുറത്തു വരിക. അത് കേവലം മരിച്ച ഒരാളെ ഉയർപ്പിച്ച സംഭവം മാത്രമല്ല. ലാറ്റിൻ ഭാഷയിൽ ലാസറീത്ത എന്ന് പറഞ്ഞാൽ ക്വാറന്റീൻ കേന്ദ്രം എന്നാണ് അതിൻ്റെ അർത്ഥം. ലാസർ എന്നതിനെ പകർച്ചവ്യാധി പിടിച്ച ഒരാൾ എന്നും അർത്ഥമുണ്ട്. ഗ്രീക്കിൽ ലാസറിന് പറയുന്നത്, അത് ഓൾഡ് ലാറ്റിനിൽ നിന്ന് വന്നിയ ഒരു പദമാണ്. അതിന് പറയുന്നത് ദൈവത്താൽ സമ്മാനിതനായ ഒരു വ്യക്തി എന്നാണ്. ഒരുപക്ഷെ ഈ ലാസറും പകർച്ചവ്യാധി പിടിച്ചാവാം മരിച്ചിരിക്കുന്നത്. സുവിശേഷത്തിൽ നമ്മൾ വേറൊരു ലാസറിനെ കാണുന്നുണ്ട്, ധനവാന്റെ വാതിൽക്കൽ ആരും തൊടാതെ കിടക്കുന്ന ലാസർ. ഒരുപക്ഷെ ആ ലാസറിനും പകർച്ചവ്യാധിയായിരിക്കാം. പകർച്ചവ്യാധി പിടിച്ചവരെ സമൂഹം വിളിക്കുന്ന പേര് കൂടിയായിരുന്നു ആ കാലത്ത് ലാസർ. എ പേഴ്സൺ ഹു കോൾഡ് ലാസർ. ഒരർത്ഥത്തിൽ നമ്മളും ഇപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കപ്പെടുവാൻ ഏറെ യോഗ്യമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൊന്നുതമ്പുരാൻ നമ്മുടെ ഭവനത്തിൻ്റെ ഉൾത്തളത്തിലേക്ക് കടന്നു വന്ന് ഒരത്താഴത്തിനിരിക്കേണ്ടതിൻ്റെ അടിയന്തരമായ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കേണ്ടുന്ന സമയം കൂടിയാണിത്. അവൻ ആ ഭവനത്തിലേക്ക് കടന്നു വന്നു. യഹൂദന്മാരും ക്ഷണിക്കപ്പെട്ടവരും ഒക്കെയുണ്ട്. അപ്പോഴാണ് ഈ കാര്യം നടക്കുന്നത്. മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തൽ കൊണ്ടുവന്നു. മറിയ അവളുടെ വീട്ടിലേക്കും വിലയേറിയത് പൊന്നുതമ്പുരാൻ്റെ കാൽക്കൽ വെച്ചു എന്നുള്ളതാണ്. അവൻ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഹൃദയമാകുന്ന ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ, എൻ്റെ ഹൃദയമാകുന്ന വീട്ടിൽ ഏറ്റവും വിലയേറിയത് ലജ്ജിക്കാതെ അവൻ്റെ പാദത്തിൽ വെക്കാൻ എനിക്ക് സാധിക്കുമോ? ആ വീട്ടിലേക്കും വിലയേറിയ കുപ്പി പൊന്നുതമ്പുരാൻ്റെ പാദത്തിൽ കൊണ്ട് മറിയ വെച്ചു. അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ എൻ്റെ വീട്ടിലേക്കും വിലയേറിയ കുപ്പിയെടുത്ത് അവൻ്റെ പാദത്തിൽ വെക്കുമ്പോൾ ഞാൻ ലജ്ജിക്കുമോ? അതാണ് ചോദ്യം. എനിക്കേറ്റവും പ്രിയപ്പെട്ടത് അവൻ്റെ പാദത്തിൽ വെക്കാനായിട്ട് സാധിക്കുമോ? സ്വച്ഛ ജഡമാംസി തൈലത്തെക്കുറിച്ച് വേദശാസ്ത്ര ഡിക്ഷണറികൾ പറയുന്നത് അത് ഇന്ത്യയിലെ ഹിമാലയത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക ചെടിയിൽ നിന്നും വാറ്റിയെടുത്ത തൈലമെന്നാണ് പാശ്ചാത്യ ഡിക്ഷണറികൾ പോലും പറയുന്നത്. അപ്പോൾ ഈ ഭാരത മഹാരാജ്യത്തിലെ ഹിമാലയ സാനുക്കളിൽ നിലെ ചെടിയിൽ നിന്ന് വാറ്റിയെടുത്ത തൈലം അങ്ങ് മധ്യപൂർവ്വ ദേശത്തേക്ക് മറിയയുടെ കൈകളിൽ ചെല്ലുകയാണ്. അന്ന് അങ്ങനത്തെ വ്യാപാര പാതകളുണ്ടായിരുന്നു. ഗ്രീക്ക് ഭാഷയിൽ സ്വച്ഛ ജഡമാംസി തൈലത്തിന് മുറോ നർദു എന്നാണ് പറയുന്നത്. നർദീൻ തൈലം. വിവാഹ ശുശ്രൂഷയിൽ നമ്മൾ പാടുന്നില്ലേ, രക്തൻ നർദീൻ തൈലത്തിൽ, ചോര പോലെ ചുവന്ന നിറമുള്ള പരിമള തൈലം. വിശുദ്ധ മാമോദീസായിൽ ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് നമ്മൾ പുരട്ടുന്ന വിശുദ്ധ മൂറോൻ തൈലത്തിന് സമാനമാണത്. മാമോദീസ സ്വീകരിച്ച ദിവസം കുഞ്ഞിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എത്ര വിശിഷ്ടമായ ഗന്ധമാണ്. ആ തൈലത്തിൻ്റെ ഗന്ധം കൊണ്ട് ദേവാലയം നിറയും. ആ തൈലത്തിൻ്റെ ഗന്ധം കൊണ്ട് വീട് നിറയും. അങ്ങനെ മറിയ ദൈവസന്നിധിയിൽ വെച്ച് ആ തൈലത്തിൻ്റെ ഗന്ധം കൊണ്ട് വീട് നിറയുകയാണ്. ഒന്നാമതായി, എൻ്റെ ഭവനത്തിലേറ്റവും വിലയേറിയത് എൻ്റെ പൊന്നുതമ്പുരാൻ്റെ കാൽക്കൽ വെക്കാൻ കൊള്ളുന്നതാണോ? രണ്ടാമതായി നാം കാണുന്നു, ആ തൈലം യേശുവിൻ്റെ പാദത്തിൽ പൂശി. എന്താണ് യേശുതമ്പുരാൻ്റെ പാദം? യേശുതമ്പുരാൻ്റെ പാദം സൂചിപ്പിക്കുന്നത് അവൻ്റെ നിലപാടുകളെയാണ്, അവൻ്റെ ഗുരുത്വത്തെയാണ്, അവൻ്റെ ദൈവത്വത്തെയാണ്, അവൻ്റെ സുവിശേഷത്തെയാണ്. മറിയ യേശുതമ്പുരാൻ്റെ പാദങ്ങളെ തൻ്റെ ഉള്ളംകൈയിൽ എടുത്തു. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്കെൻ്റെ തമ്പുരാൻ്റെ പാദങ്ങളെ, അവൻ്റെ സുവിശേഷത്തെ, അവൻ്റെ വചനത്തെ എൻ്റെ ഉള്ളംകൈയിൽ എടുക്കാനാവുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അതിനെ ആദരിച്ചു. വീണ്ടും എന്താണ് ചെയ്യുന്നത്? മൂന്നാമതായിട്ട് നാം കാണുന്നു, തലമുടി കൊണ്ട് തുവർത്തി.
ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ അഭിമാനവും തേജസ്സും സൗന്ദര്യത്തിൻ്റെ കിരീടവുമാണല്ലോ തലമുടി. ഇപ്പോഴതിൻ്റെ പ്രസക്തിയൊക്കെ പോയെങ്കിലും ഈ യഹൂദ സ്ത്രീയെ സംബന്ധിച്ച് അവൾ ഒരിക്കലും പുരുഷന്മാരുടെയും സമൂഹത്തിൻ്റെയും സമക്ഷത്ത് മുടി കെട്ടുകയോ മുടി പിന്നുകയോ ചെയ്യില്ല. അങ്ങനെ ഒരു സ്ത്രീ സമക്ഷത്ത് മുടി കൈകാര്യം ചെയ്താൽ ആ സ്ത്രീയെ ദുഷിച്ച സ്ത്രീയായിട്ടാണ് യഹൂദ സമൂഹം കണ്ടിരുന്നത്. എന്നാൽ ഇവിടെയാകട്ടെ യേശുതമ്പുരാൻ്റെ മുമ്പാകെ തൻ്റെ യാതൊരു മാനാപമാനങ്ങൾക്കും വില വെക്കാതെ തൻ്റെ മാനമായി പൊന്നു തമ്പുരാനെ കണ്ട് ആ തൈലം പൂശിയ പാദങ്ങൾ അവൾ തുവർത്തുകയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, വിശ്വാസി എന്ന പരിമിത വൃത്തങ്ങളിൽ നിൽക്കാതെ ശിഷ്യത്വത്തിൻ്റെ പടിയിലേക്ക് വിശുദ്ധ മറിയയെ പോലെ നാം പ്രവേശിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം കൂടിയുണ്ട്. റിയാമിൻ്റെ നാമത്തിൽ ദേവാലയങ്ങൾ വരെയുണ്ട്. അസറിൻ്റെ സഹോദരിയായ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. എങ്ങനെയാണ് വിശ്വാസിയിൽ നിന്നും വിശുദ്ധ ജീവിതത്തിൻ്റെ പടികൾ കയറിപ്പോകുന്നത് എന്ന് മറിയയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. ഈ 3 കാര്യങ്ങളാണ്. അപ്പോഴാണ് ഭവനത്തിൽ സംഭവിക്കേണ്ടത് ആ ദിവസം അവിടെ സംഭവിച്ചത്, ആ സന്ധിയിൽ സംഭവിച്ചത്. തൈലത്തിൻ്റെ ഗന്ധം കൊണ്ട് വീട് നിറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഇരിക്കുന്ന വീട്, നമ്മോടൊപ്പമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ, നാം കുരിശു വരച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ വീട്, എവിടേക്ക് പോയാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്ത് ചെയ്യും? കുരിശു വരയ്ക്കും. അല്ല, എല്ലാം ഗുണമായി വരണം. ആര് കുരിശു വരയ്ക്കും? നമ്മൾ കുരിശു വരയ്ക്കും. അതോ വീട്ടുകാർ കുരിശു വരയ്ക്കുമോ? ചിലയിടത്തൊക്കെ വീട്ടുകാരും കുരിശു വരയ്ക്കും. കുറച്ച് നേരത്തേക്കിനൊന്ന് മാറിക്കിട്ടിയല്ലോ. ഇറങ്ങിപ്പോകുമ്പോൾ കുരിശു വരയ്ക്കേണ്ടുന്ന ഇടം മാത്രമാണോ വീട്? ഇറങ്ങിപ്പോകുന്നത് കുറച്ച് സമയത്തേക്കല്ലേ? അവിടെ നിൽക്കുന്ന സമയമല്ലേ കൂടുതൽ? അപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ മാത്രം കുരിശു വരച്ചാൽ മതിയോ? ഇറങ്ങിപ്പോകുമ്പോൾ കുരിശു വരയ്ക്കുക എന്നതുപോലെ തന്നെ കയറി ചെല്ലുമ്പോഴും കുരിശു വരയ്ക്കേണ്ടുന്ന പള്ളി പോലെ വിശുദ്ധമായ സ്ഥലത്തിൻ്റെ പേരാണ് വീട്. ഒരു വീടിൻ്റെ ശ്വാസകോശം അതിന് പുറത്താണ്. അതുകൊണ്ട് ചെറിയ വെയിൽ കൊണ്ടാലോ ചെറിയ ചാറൽ മഴ വന്നാലോ പെട്ടെന്നതിന് പനി പിടിക്കും. ചെറിയ ചെറിയ സംഭാഷണങ്ങൾ, ചെറിയ ചെറിയ നോട്ടങ്ങൾ, ചെറിയ ചെറിയ മൗനങ്ങൾ പോലും ആ വീടിനെ വളരെയേറെ വേദനിപ്പിക്കും. ചിലപ്പോൾ പഴുത്തിട്ടും പഴുത്തിട്ടും മുറി കൂടാത്ത മുറിവ് പോലെ ഭവനത്തിലെ അന്തരീക്ഷം മാറാം. അങ്ങനെയൊക്കെയായി വീട് മാറ്റപ്പെടാം. ആ പശ്ചാത്തലത്തിൽ തൈലത്തിൻ്റെ സുഗന്ധം കൊണ്ട് വീട് നിറഞ്ഞു എന്ന വാക്യത്തിനേറെ പ്രസക്തിയുണ്ട്. ഈ സന്ധിയിൽ 3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. 1, പ്രാർത്ഥനയാകുന്ന തൈലത്തിൻ്റെ ഗന്ധം കൊണ്ട് നമ്മുടെ വീട് നിറയണം. 2ാമതായി, നോമ്പുപവാസങ്ങളാകുന്ന തൈലത്തിൻ്റെ ഗന്ധം കൊണ്ട് വീട് നിറയണം, വചനം വായനയും. 3ാമതായി, വിശുദ്ധ കുർബാന അനുഭവവും കുംഭസാരവുമാകുന്ന തൈലത്തിൻ്റെ സുഗന്ധം കൊണ്ട് വീട് നിറയണം. ഇതൊരു വലിയ നിയോഗമായി നമ്മൾ ഏറ്റെടുക്കണം. ഈ വചന ശുശ്രൂഷയുടെ കാലഘട്ടം ആ തീരുമാനങ്ങളെ പൂർത്തീകരിക്കുന്ന കാലഘട്ടമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. എന്താണ് പ്രാർത്ഥനയുടെ സുഗന്ധം? രാവിലെയും വൈകിട്ടും ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ ആശ്രമസമാനമായ ഭവനാന്തരീക്ഷങ്ങൾ നമുക്കുണ്ടായിരുന്നു. 3 നേരവും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ. ഭക്ഷണം 2 നേരമേ ഉള്ളൂ, പ്രാർത്ഥന 3 നേരമാണ്. ഇന്ന് ഭക്ഷണം 4 നേരമാണ്, പ്രാർത്ഥന 1 നേരമെങ്കിലും നടന്നാലായി എന്നതാണ്. മധ്യവയസ്സ് കരിഞ്ഞ മാതാപിതാക്കൾക്ക് വലിയ പരാതിയാണ്, കുഞ്ഞുങ്ങൾ ഞങ്ങളെ ബഹുമാനിക്കുന്നില്ല, ചെറുപ്പക്കാരായ മക്കൾ ഞങ്ങളെ ബഹുമാനിക്കുന്നില്ല. അപ്പോൾ പ്രസക്തമായൊരു ചോദ്യം വരും, എന്നെ കണ്ടിട്ട് ബഹുമാനിക്കും? നമ്മുടെ മാതാപിതാക്കളെ അവരുടെ പ്രാർത്ഥനയും വചനത്തോടുള്ള ആഭിമുഖ്യവും സമാനമായ ഭവനാന്തരീക്ഷവും കണ്ടറിയാതെ നമ്മൾ ബഹുമാനിച്ചു എങ്കിൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ എന്ത് കണ്ടിട്ടാണ് നമ്മളെ ബഹുമാനിക്കുന്നത്? പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങൾക്ക് സന്ദേശങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിലോ ഒരു തീപ്പാതയിലോ അവനോ അവളോ പെട്ടുപോകുമ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് വന്നാൽ
പ്രാർത്ഥനയുടെ ഒരു സ്പർശം നൽകാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ എത്ര അതിരുകളാണ് കടന്നു പോകുന്നത്. പണ്ട് നമുക്കൊരു അഡ്മിഷൻ വേണമെങ്കിൽ തിരുവല്ലയിലോ കോട്ടയത്തോ പത്തനംതിട്ടയോ എവിടെയെങ്കിലും കോളേജിലൊരു അഡ്മിഷന് വേണ്ടി നമ്മൾ പ്രീ ഡിഗ്രി കഴിയുമ്പോൾ ശ്രമിക്കും. പ്രീ ഡിഗ്രി കഴിയുമ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ശ്രമിക്കും. അപ്പോഴാണ് പ്രീ ഡിഗ്രിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് തന്നെ. അത് കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് കടക്കുന്നു. എന്നാൽ ഇന്ന് +2 കഴിയുന്ന ഒരു വിദ്യാർത്ഥി അവൻ്റെ ഡിഗ്രിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള കോളേജുകളല്ല. കുറഞ്ഞ പക്ഷം ഡിഗ്രി എടുക്കാൻ അവന് കാനഡയിലെ ഒരു കോളേജെങ്കിലും വേണമെന്നാണ് മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പറക്കാൻ വെമ്പുകയാണ് പുതിയ തലമുറ. സഭയുടെ ദേവാലയങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പെരുകുകയാണ്. സഭാസമൂഹം ഈ നാട്ടിൽ നിന്നും പറിച്ചു മാറ്റപ്പെടുകയാണ്. അതെത്ര നാൾ കണ്ടിൽ നിന്ന് നടിക്കാൻ നമുക്കാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. എത്രയോ രാജ്യങ്ങൾ കടന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ, എത്രയോ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുമ്പോൾ, എത്രയോ പൊത്തിഫേറിൻ്റെ ഭവനങ്ങളിൽ അവർ താമസിക്കേണ്ടി വരുമ്പോൾ എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂട്ടുപോകുന്നത്? കൂട്ടിൽ നിന്നും, തള്ളയുടെ കൂട്ടിൽ നിന്നും താഴേക്ക് വീണുപോയി ഒരു പക്ഷി കണക്കെ വിറച്ചു നിൽക്കുമ്പോൾ എന്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൂട്ടുപോകും? നമുക്ക് കൂട്ടുപോകാൻ സാധിക്കുമോ? പോയാൽ നമ്മൾ എവിടം വരെ പോകും? ഒന്ന് കൂട്ടുപോകും, പ്രാർത്ഥന കൂട്ടുപോകും. പ്രാർത്ഥനയുടെ ചിറകുകൾ അവനും അവൾക്കും കൂട്ടുപോകും. ആ പ്രാർത്ഥനയാകുന്ന തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് നമ്മുടെ വീട് നിറയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ അവനും അവളും ജീവിതത്തിൽ കർത്താവിൻ്റെ സാക്ഷ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് മാറ്റപ്പെടും. അവിടെയാണ് മാതാവ് ഭവനത്തിലെ പുരോഹിതയായി തീരുന്നത്, പിതാവ് ഭവനത്തിലെ പുരോഹിതനായി തീരുന്നത്. ആദിമസഭയിൽ വീട്ടിലെ സഭ എന്നാണ്, കത്തീഡ്രലിലെ സഭ എന്നല്ല. വീട്ടിലെ സഭ. പിതാവ് ആ ഭവനത്തിലെ മെത്രാപ്പോലീത്തയായിരുന്നു. ആ ഭവനത്തിലെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ആത്മീയ ദൃഷ്ടതകളെ വിഭാഗിച്ച് സമർത്ഥമായി നൽകുവാൻ കെൽപ്പുള്ള മാതാപിതാക്കളുണ്ടായിരുന്നു. ആ വലിയ താലന്തിനെ അവർ പ്രാപിച്ചത് പ്രാർത്ഥനയിലൂടെയായിരുന്നു. പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് ആ ജീവിത മാതൃക കാട്ടിത്തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ജീവിത ഗന്ധത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥന പ്രസംഗിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ദൈവശാസ്ത്ര ലൈബ്രറികളിലെ തടിച്ച ഗ്രന്ഥങ്ങളിൽ നിന്നും പ്രാർത്ഥന കിട്ടില്ല. പ്രാർത്ഥന കണ്ടറിഞ്ഞ് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളിൽ നിന്നെടുക്കുകയാണ്. 6 വയസ്സിനപ്പുറം ഒരു കുഞ്ഞ് അവൻ്റെയും അവളുടെയും ജീവിതത്തിലെ ദൈവബോധത്തെ രൂപപ്പെടുത്തുകയാണ്. 6 വയസ്സ് മതി, അതോടെ രൂപപ്പെട്ട് കഴിഞ്ഞു. ക്യാമറയെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അപ്പോഴേ നമ്മൾ വളരെ കോഷ്യസ് ആകും, ഇല്ലേ? വി ആർ അണ്ടർ ക്യാമറ സർവിലൻസ് എന്ന് എവിടെയെങ്കിലും കണ്ടാൽ നമ്മൾ വളരെ പെട്ടെന്ന് കോഷ്യസ് ആകും, ഇല്ലേ? ഭവനത്തിലെ മാതാപിതാക്കൾ 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 4 കണ്ണുകളാണ്, 4 ക്യാമറ കണ്ണുകളാണ്. ഓരോ നീക്കവും, ശരീരഭാഷ, ഇതരരോടുള്ള ബന്ധം, സംസാര രീതികൾ എല്ലാം പകർത്തിയെടുക്കുകയാണ്. പകർത്തിയെടുക്കുന്ന പ്രായത്തിൽ നല്ലത് പകർത്തിയെടുക്കുവാൻ, പ്രാർത്ഥനയുടെ ആത്മാവിനെ പകർന്നു കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അപ്പോൾ പ്രാർത്ഥനയുടെ തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറയും. രണ്ടാമതായി, നോമ്പുപവാസങ്ങളുടെയും ദൈവവചനത്തിൻ്റെയും തൈലഗന്ധം കൊണ്ട് വീട് നിറയണം. എങ്ങനെയാണ് നോമ്പുപവാസങ്ങളെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്? അതും മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിന്നും പകർന്നു കൊടുക്കുന്നതാണ്. സ്ഥിരമായി മത്സ്യമാംസാദികൾ ഉപയോഗിച്ചിരുന്ന ഒരു ഭവനത്തിൽ കുറേ ദിവസങ്ങളേക്ക് അതില്ലാതാകുമ്പോൾ കുഞ്ഞിന് ചോദിക്കുവാനൊരവസരം കിട്ടുകയാണ്. കുഞ്ഞിനെ എഡ്യൂക്കേറ്റ് ചെയ്യുവാനൊരവസരം കിട്ടുകയാണ്. കുഞ്ഞ് ചോദിക്കുന്നു, അമ്മ എന്താണ് കുറേ ദിവസങ്ങളായി ഇറച്ചി മീനുമില്ലല്ലോ? അപ്പോൾ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, മോനെ നോമ്പാണ്. അതൊരു വലിയ ഗവേഷണ പ്രബന്ധത്തെക്കാൾ ശക്തമായ ഒരു വരിയാണ്. മോനെ നോമ്പാണ്, മോനെ നമ്മുടെ വീട്ടിൽ നോമ്പാണ്, നിൻ്റെ അമ്മയ്ക്ക് നോമ്പാണ്, നിൻ്റെ അപ്പന് നോമ്പാണ്.
അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് പതിയുന്നത് എൻ്റെ അമ്മയുടെ നോമ്പ് എൻ്റെ നോമ്പെന്നാണ്. നോമ്പ് നമ്മോട് പറയുന്നത് ലോകത്തിൻ്റെ ചില വെച്ചുനീട്ടലുകളോട് നീ മതി എന്ന് പറയാൻ പഠിക്കണമെന്ന് കൂടിയാണ്. ലോകം ഇന്ന് നമ്മോട് പറയുന്നത് നീ പരമാവധി ആർജിക്കുക എന്നാണ്. എന്നാൽ നോമ്പ് നമ്മോട് പറയുന്നു ചിലതിനോടൊക്കെ നീ മതി എന്നൊന്ന് പറഞ്ഞു തുടങ്ങണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ചിലതിനോടൊക്കെ മതി എന്ന് പറഞ്ഞു തുടങ്ങുവാൻ പരിശീലിപ്പിക്കുന്ന വലിയൊരിടം കൂടിയാണ് ഭവനം. അമ്മയുടെ നോമ്പാണ് കുഞ്ഞിൻ്റെ നോമ്പ്. അമ്മയൊരു സർവകലാശാലയാണ്. അമ്മയൊരു അച്ചുതണ്ടാണെങ്കിൽ ആ അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന ഭൂമിയാണ് കുഞ്ഞ്. അമ്മ വീടാണ്. പ്രശസ്ത സംഗീത സംവിധായകനായ ചലച്ചിത്രകാല രചയിതാവായ ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോൾ എഴുതി, എൻ്റെ അമ്മ മരിച്ചു, എൻ്റെ അമ്മയുടെ ചിതയ്ക്ക് ഞങ്ങൾ തീ കൊളുത്തി. എൻ്റെ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ വീടിന് ഞങ്ങൾ തീ കൊളുത്തി എന്നാണ്. അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞാൽ അത് വീടിന് തീ കൊളുത്തുന്നതിന് സമാനമാണ്. അമ്മയാണ് വീട്. അതിരാവിലെ അടുപ്പിൽ തീ കത്തിക്കുന്നവളാണ് അമ്മ. അതൊരു വലിയ യാഗത്തിൻ്റെ തുടക്കമാണ്. അമ്മ തന്നെ വിറകായി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ആ ഭവനത്തിൻ്റെ രുചിയാണമ്മ, ഗന്ധമാണമ്മ. ചില കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറില്ലേ, അമ്മയുടെ സാരിത്തുമ്പിന് ചുറ്റും കറങ്ങി നടക്കുന്ന ഒരു നാണം കുണുങ്ങിയാണവൻ, നാണം കുണുങ്ങിയാണവൾ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് ആത്മീയമായി ഉയരുന്നത്. അമ്മ മകളുമാർ. ആ കുഞ്ഞുങ്ങൾ അമ്മയുടെ സാരിത്തുമ്പിൽ ഇങ്ങനെ പിടിച്ച് നടക്കും. ആ അമ്മയാകുന്ന അച്ചുതണ്ടിനെ അവർ ഭ്രമണം ചെയ്യുകയാണ്. പിടിക്കുവാൻ കുഞ്ഞിന് നമ്മുടെ വസ്ത്രാഞ്ചലത്തിൻ്റെ ഒരു തുമ്പ് കൊടുക്കുക, സാരിയുടെ ഒരു തുമ്പ് കൊടുക്കുക എന്നത് പ്രസക്തമാണ്. പിടിക്കാൻ ഒരു തുമ്പ്, പിടിച്ചു നിൽക്കാൻ ഒരു നിലപാട് കൊടുക്കുന്നവളാണ് അമ്മ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് ഒരമ്മ ജനിക്കുന്നത്. വളരെ പ്രസക്തമായ കാര്യമാണ്. പിടിക്കാൻ ഒരു സാരിത്തലപ്പോ ഒരു അടുക്കിൻ്റെ കഷണമോ ഉണ്ടെങ്കിൽ ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. ഇന്നത്തെ വലിയ പ്രതിസന്ധി കുഞ്ഞിന് പിടിക്കാൻ ഒരു തുമ്പില്ല എന്നുള്ളതാണ്. ഒരു തുമ്പും കിട്ടുന്നില്ല. അമ്മയിൽ നിന്ന് കുഞ്ഞ് പറിച്ചറിയപ്പെടുമ്പോൾ ഭ്രമണപഥത്തിൽ നിന്നും അകലേക്ക് തെറിച്ചു പോയ ഒരു ശൂന്യഗ്രഹത്തെ പോലെ അവൻ്റെ ജീവിതം മാറിപ്പോവുകയാണ്. അവളുടെ ജീവിതം മാറിപ്പോവുകയാണ്. സഭ അതീവ ഗൗരവമായിട്ടാണ് ഒരമ്മയുടെ നോമ്പുപവാസങ്ങളുടെയും സഭാജീവിതത്തെയും കാണുന്നത്. എത്രയോ ഗൗരവമായിട്ട് ഈ സഭ ഒരമ്മയെ കാണുന്നു എന്ന് സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കുകൊള്ളുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടെ പാടുന്നുണ്ട്, വിടതിലിളവില്ലാതോടി നടന്നോളേ കബറതിലേക്കേന്തും നവരന്മാർ നാഥ നൽകണമാശ്വാസം. സഭ കരയുകയാണ് അമ്മ മരിക്കുമ്പോൾ. വീടതിൽ ഇളവില്ലാതെ ഓടി നടന്നവളാണിവൾ. അമ്മയെക്കുറിച്ച് സഭ പറയുകയാണ്, ഒരു സ്ത്രീയെക്കുറിച്ച് സഭ പറയുകയാണ്. ഇത് ഈ നാട്ടിലെ ഏതെങ്കിലും വനിതാ വിമോചന പ്രസ്ഥാനക്കാർ പറയുന്നതല്ല. പ്രത്യയശാസ്ത്രങ്ങളെ പാലൂട്ടുന്ന രാഷ്ട്രീയക്കാർ പറയുന്നതല്ല, സഭ പറയുന്നതാണ്. അത്രമേലൊരമ്മയ്ക്ക് സഭ വില വിൽക്കുന്നു. വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി ഇത് പറയില്ല. വീടതിൽ ഇളവില്ലാതെ ഓടി നടന്നവൾ. ഇവൾ ഈ വീട്ടിലൂടെ ഓടി നടന്ന ദൂരം ഏത് പണ്ഡിതനാണ് അളന്നെടുക്കാൻ സാധിക്കുന്നത്? 1 കിലോമീറ്റർ യന്ത്രം പിടിപ്പിക്കുകയായിരുന്നെങ്കിൽ 60 70 വയസ്സാകുമ്പോൾ എത്ര കിലോമീറ്റർ ഓടിയേനെ? ഞാൻ ഇരുന്നൊരു ദേവാലയത്തിൽ ഒരു വല്യമ്മ മരിച്ച സമയത്ത് മകൻ ഒരു മിന്ന് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. അച്ഛാ, ഇത് മിന്നാണ്, അമ്മയുടെ ഭണ്ണാരത്തിലിടണം. ഞാൻ ആ മിന്ന് എൻ്റെ ഉള്ളം കയ്യിൽ വെച്ചൊന്ന് നോക്കി. ഒരു പാവപ്പെട്ട അമ്മയാണ്, 70 80 വയസ്സായി. ഒരു കുഞ്ഞ മിന്ന്, അതിലെ കുഞ്ഞു മുത്തുകൾ, അതിനിടയിൽ ഇങ്ങനെ ചെളി കയറിയിരിക്കുകയാണ്. വിയർപ്പ് നിറഞ്ഞ് ചെളി കയറിയ ഒരു കുഞ്ഞു മിന്ന് അതെൻ്റെ ഉള്ളം കയ്യിലിരുന്ന് എന്നെ നോക്കുകയാണ്. ഞാൻ ഓർത്തു, എത്രയോ വിയർപ്പുകളിലൂടെ, എത്രയോ നിശ്വാസങ്ങളിലൂടെ,
എത്രയോ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളിലൂടെ കടന്നുപോയി ആ അമ്മയുടെ ഇടനെഞ്ചിൽ കിടന്ന മിന്നാണത്. അത് വന്നു ചേരേണ്ടുന്ന സ്ഥലമാണ് ദേവാലയം. ആ അമ്മ വീട്ടിലൂടെ ഇങ്ങനെ ഇടതടവില്ലാതെ നടന്ന് ഭവനത്തെ ആത്മീയമായി പുതുക്കിപ്പണിയുകയാണ്. ഏതെങ്കിലും ഒരു അതിഥി വീടിൻ്റെ ഉമ്മറത്തേക്ക് വന്നാൽ അവൾ വീടിനകത്ത് നിൽക്കും, അവരെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങൾക്കായി ഒരുങ്ങുകയാണ്. അവളുടെ ഭർത്താവോ അവളുടെ മക്കളോ അല്ലാതെ ആരും അവളെ തൊട്ടിട്ടില്ല. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. സഭ കാണുകയാണ്. വീടതിൽ ഇളവില്ലാതെ ഓടി നടന്നവൾ, എന്നാൽ ഇന്ന് അവളെ കബറതിലേക്ക് ഏന്തുന്നു അപരന്മാർ. ആദ്യമായി ആ വീട്ടിൽ അവളുടെ മൃതശരീരം കാണാൻ വന്നവൾ അവളുടെ ശവമഞ്ചത്തിൽ തൊടുകയാണ്. അവരുടെ കൈകളിൽ കിടന്ന് അവൾ വീടിന് പുറത്തേക്ക് പോവുകയാണ്. സഭ പറയുന്നു, നൽകണം ആശ്വാസം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയിലെ ഗാനങ്ങളിൽ മാത്രമാണ് സഭ നൽകണം ആശ്വാസം, നൽകണം ആശ്വാസം എന്ന് പറയുന്നത്. പുരുഷന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ നൽകണം ആശ്വാസമെന്ന് പറയുന്നില്ല. സഭ അത്രമേൽ കേഴുകയാണ്. കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് പറയുകയാണ്, തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം. പിന്നെ എന്താണ് ഈ പുരുഷന്മാരുടെ ഗതി? നമ്മുടെ ഗതി എന്താകും? സുവിശേഷത്തിൽ യോഹന്നാനെ കുറിച്ച് ചോദിച്ചതുപോലെ ഇവൻ്റെ ഗതി എന്താകും? ഇവനൊരു ഗതിയേ ഉള്ളൂ, അമ്മയായി മാറുക. അന്ത്യപ്രായം കഴിയുമ്പോൾ ഒരു പിതാവും അമ്മയായിട്ട് മാറണം അല്ലേ? നമുക്കറിയാം, മധ്യവയസ്സ് കഴിഞ്ഞ് ഒരു മാതാവും പിതാവുമുള്ള വീട്ടിൽ മകനോ മകളോ സന്ധ്യയ്ക്ക് വരാൻ താമസിച്ചാൽ ആ വീടിൻ്റെ മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം നടക്കുന്നത് അമ്മയല്ല, അപ്പനാണ്. എന്താ കാര്യം? ആ അപ്പൻ അമ്മയാകാൻ തുടങ്ങി എന്നതിൻ്റെ സൂചനയാണത്. അതുകൊണ്ട് മാതാവ് പിതാവ് ഭവനത്തിലെ ആത്മീയ സാന്നിധ്യമാണ്, അമ്മ സാന്നിധ്യമാണ്. അമ്മയുടെ ജീവിതത്തിൻ്റെ സുഗന്ധമാണ് കുഞ്ഞിൻ്റെ നോമ്പ്. തടിച്ച വേദശാസ്ത്ര പുസ്തകങ്ങളോ നീണ്ട പ്രഭാഷണങ്ങളോ നിങ്ങൾക്ക് നോമ്പ് നൽകുന്നില്ല. അമ്മ നിങ്ങൾക്ക് നോമ്പ് നൽകും, വീട് നിങ്ങൾക്ക് നോമ്പ് നൽകും, ഉപവാസത്തിലേക്കും നോമ്പിലേക്കും നിങ്ങളെ നയിക്കും. ആ വീട്ടിൽ വചനത്തിൻ്റെ ഗന്ധവും നിറയും. നമ്മുടെ അമ്മമാർക്കും പിതാക്കന്മാർക്കും വചനം പരിചിതമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, അതിൻ്റെ അധരങ്ങൾക്ക് മധുരമായി. സങ്കീർത്തനം 119 പറയുന്നു, നിന്റെ വചനം എൻ്റെ അണ്ണാക്കിന് തേൻ പോലെ മധുരം, എൻ്റെ ഹൃദയത്തിന് സന്തോഷം. ആ വചനത്തെ തലമുറകളിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. സംവിധാനം ചെയ്തവൻ മരിച്ചു പോയാലും തീരാത്ത TV സീരിയലുകൾക്ക് മുമ്പിൽ ചടഞ്ഞിരിക്കുന്ന ഒരമ്മയ്ക്ക് എന്ത് വചനമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് എന്ന പ്രസക്തമായ ഒരു ചോദ്യമാണ്. വചനം തേൻ പോലെ രുചിച്ച നമ്മുടെ പൂർവ്വതലമുറ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽപ്പെട്ട് നമ്മൾ ചെന്നപ്പോൾ നമ്മോട് പറയാൻ അവർക്കൊരു വചനമുണ്ടായിരുന്നു. വചനം കൊണ്ട് തലമുറകളുടെ മുറിവ് കെട്ടുന്ന മാതാപിതാക്കൾ ഉയരെടുക്കുന്ന ഇടത്തിൻ്റെ പേരാണ് വീട്. വീട് ഹൃദയം പോലെ മിടിക്കുന്ന ഒന്നാണ്. അത് ശ്വാസകോശം പോലെ എപ്പോഴും ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന, ഒരു ചെറിയ മഴ പോലും ഒരു ചെറിയ വെയിൽ കൊണ്ടുപോലും പെട്ടെന്ന് പനി പിടിക്കുന്ന ഒരിടം കൂടിയാണ്. അത് മനസ്സിലാക്കൂ. അതുകൊണ്ട് പ്രാർത്ഥനയാകുന്ന സുഗന്ധം കൊണ്ട് നമ്മുടെ വീട് നിറയണം. നോമ്പുപവാസങ്ങളും ദൈവത്തിൻ്റെ വചനവുമാകുന്ന സുഗന്ധം കൊണ്ട് നമ്മുടെ വീട് നിറയണം. മൂന്നാമതായി വിശുദ്ധ കുർബാനയും കുർബാനാനുഭവവും കുമ്പസാരവുമാകുന്ന സുഗന്ധം കൊണ്ട് നമ്മുടെ വീട് നിറയണം. നാം കടന്നുപോയി കഴിഞ്ഞ 2 വർഷക്കാലം കർത്താവിനോടുള്ള നമ്മുടെ ബന്ധത്തിൻ്റെ ഒരു അളവ് കാലം കൂടിയായിരുന്നു. എത്രമാത്രം നമ്മൾ ഈ സഭയെ സ്നേഹിക്കുന്നു. അഗ്നലക്കാര്യം അറിയാം. അധികാലത്ത് തോട്ടത്തിലേക്ക് ചെന്നപ്പോൾ കർത്താവിനെ കണ്ടിട്ട് തോട്ടക്കാരനെന്ന് കരുതി അവനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ പ്രിയനെ എവിടെ വെച്ചു?
അങ്ങനെയൊന്ന് ചോദിക്കാൻ ഈ ക്രിസ്ത്യാനി എന്ന നിലയിൽ ഇത്ര കാലം കൊണ്ട് നമുക്കായിട്ടുണ്ടോ? ആരാധനയില്ലാതെ ദേവാലയങ്ങൾ അടഞ്ഞു കിടന്നപ്പോൾ, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാതെ ഇരുന്നപ്പോൾ, നിങ്ങളെൻ്റെ പ്രിയനെ എവിടെ വെച്ചു എന്ന് ആരോടെങ്കിലും ചോദിക്കാൻ നമുക്ക് തോന്നിയോ? അവൾ ചോദിച്ചു. അപ്പോൾ അവൻ അവളെ വിളിച്ചു, മറിയേ. സകല സന്ധിമജ്ഞകളെയും ബന്ധങ്ങളെയും വേർപിരിക്കുന്ന ആഴമായ ശബ്ദം, മറിയേ. അവൾ എന്താണ് മറുപടി പറഞ്ഞത്? ആ ശബ്ദത്തിലൂടെ അവൾ അവനെ തിരിച്ചറിയുകയാണ്. അവൾ എന്താണ് മറുപടി പറഞ്ഞത്? റബ്ബുനി. റബ്ബി എന്നല്ല, റബ്ബുനി. റബ്ബി എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ ടീച്ചർ എന്നാണ് അതിൻ്റെ അർത്ഥം. അതാരുമാകാം. പക്ഷെ റബ്ബുനി എന്ന് പറഞ്ഞാൽ മൈ ടീച്ചർ, എൻ്റെ ഗുരു, എൻ്റെ പൊന്നു തമ്പുരാനെ, എൻ്റെ സകലവുമേ. റബ്ബുനി, ഈ എന്ന പദം അവിടെ, ആ സഫിക്സ് അവിടെ നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം മാറുകയാണ്. റബ്ബുനി. ഒന്നോർത്ത് നോക്കൂ, ക്രിസ്തീയ സഭ ഉണ്ടായിട്ട് ഇത്ര കാലവുമായിട്ടും ലോകത്തിൽ ഒരിടത്ത് മാത്രമേ കുർബാന നടക്കുന്നുള്ളൂ. അതൊരു പക്ഷേ റോമിലാകാം, അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളിലാകട്ടെ, എവിടെയാകട്ടെ, സഭയുടെ ഒരു കേന്ദ്രത്തിൽ മാത്രമേ കുർബാന നടക്കുന്നുള്ളൂ. എങ്കിൽ ക്രിസ്ത്യാനികളായ നമ്മളൊക്കെ എത്രമാത്രം ഒന്ന് കൊതിച്ചേനെയും കർത്താവിൻ്റെ കുർബാനയൊന്ന് കാണാൻ, തിരുശരീര രക്തങ്ങളെ ഒന്ന് അനുഭവിക്കാൻ എത്രമാത്രം കൊതിച്ചേനെയും. ഇന്ന് ഈ നിരണത്ത് തന്നെ, അല്ലെങ്കിൽ ഈ തിരുവല്ലായുടെ പ്രാന്തപ്രദേശങ്ങളിൽ തന്നെ നമുക്കുള്ള ദേവാലയങ്ങളുടെ എണ്ണം നമുക്ക് എടുക്കാനാവുമോ? എത്രമാത്രം ദേവാലയങ്ങൾ, എത്രമാത്രം പുരോഹിതന്മാർ, എത്രമാത്രം സഭകൾ, എത്രമാത്രം വിശുദ്ധ ബലികൾ. പക്ഷേ ഒരു ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാന എനിക്ക് നഷ്ടപ്പെട്ടാൽ അതെന്നെ വേദനിപ്പിക്കുന്നുണ്ടോ? ഒരു 10 രൂപ കളഞ്ഞു പോകുന്ന അത്ര പോലും എന്നെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ആ ആരാധനയുടെ ഗന്ധത്തെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കണം. ദേവാലയത്തിൽ നിന്നും കൊണ്ടുപോകുന്ന ആരാധനയുടെ ഗന്ധത്തെ ഭവനത്തിലെ അത്താഴമേശയിൽ, കിടപ്പറയിൽ, സ്വീകരണമുറിയിൽ, പഠനമേശകളിൽ വ്യാപരിപ്പിക്കാൻ സാധിക്കണം. അപ്പോൾ തൈലത്തിൻ്റെ ഗന്ധം കൊണ്ട് വീട് നിറയും. ആരാധനയിലേക്കും വിശുദ്ധ തിരുശരീര രക്തങ്ങളുടെ അനുഭവത്തിലേക്കും നമ്മളെ നയിക്കുന്ന ഒന്നുണ്ട്. എന്താണത്? അത് കുമ്പസാരമാണ്. വിമർശനങ്ങൾക്ക് അതിൻ്റെ മുനയൊടിക്കാനാവില്ല. അതിൻ്റെ നൈർമല്യത്തെ കീഴ്പ്പെടുത്തി കളയാനാവുകയില്ല. കുമ്പസാരം സത്യ അനുതാപത്തിലൂടെ സാധ്യമാകുന്ന ഒന്നാണ്. ജീവിതത്തിൽ എന്നയോളം ദൈവം നമ്മെ നടത്തിയ വഴികളെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയുന്നതിൻ്റെ പേരാണ് കുമ്പസാരം. പിന്നെയാണ് പാപങ്ങൾ. ആദ്യം നന്ദി പറയാൻ പഠിക്കേ, പിന്നെ പാപങ്ങളേറ്റ് പറയുക. അനുതാപം എന്ന പദത്തിൻ്റെ എബ്രായ പദം തേഷുബ എന്നാണ്. 2 അർത്ഥമാണുള്ളത്. ഒന്ന് മറുപടി പറയുക, ആൻ ആൻസർ, എ റിപ്ലൈ. 2 മടങ്ങി വരിക, എ റിട്ടേൺ. എന്താണ് മറുപടി പറയുക? ആദിയിൽ ദൈവം ഏദനിൽ നടക്കാൻ ഇറങ്ങിയപ്പോൾ വീണുപോയ ആദാം തൻ്റെ ഇടത്തിലിരുന്ന് പറയുകയാണ്, ആദമേ നീ എവിടെ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് ആദം പറയുകയാണ്, ഐ എം ഹിയർ. നാം വീണുപോയ ഇടത്തിലിരുന്ന് നാം ഇവിടെയുണ്ട് എന്ന് ദൈവത്തോട് പറയുന്നതിൻ്റെ പേരാണ് കുമ്പസാരം. അതാണ് കുമ്പസാരം. എന്താണ് മടങ്ങി വരവ്? നഷ്ടപ്പെട്ടു പോയ മകൻ പറയുകയാണ്, പന്നിയുടെ ഗന്ധത്തിൽ നിന്ന്, പന്നിയുടെ തീറ്റിയിൽ നിന്ന്, പന്നിയുടെ കൂട്ടിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ ഗന്ധത്തിലേക്ക് പോകും. പന്നിയുടെ ഗന്ധത്തിൽ നിന്ന് പിതാവിൻ്റെ ഗന്ധത്തിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ പേരാണ് വിശുദ്ധ കുമ്പസാരം. ഇത്ര കാലവും നാം ജീവിച്ച ജീവിതത്തെക്കുറിച്ച് ചിലതിനെക്കുറിച്ചെങ്കിലും ഓർക്കുമ്പോൾ അത് വേണ്ടായിരുന്നു എന്നൊന്ന് ചിന്തിക്കുന്നതിൻ്റെ പേര് കൂടിയാണ് വിശുദ്ധ കുമ്പസാരം. മലയാളത്തിലെ ഒരു പ്രമുഖ എഴുത്തുകാരിയും ആലുവ UC കോളേജിലെ അധ്യാപികയുമായ മ്യൂസ് മേരി ജോർജ് ഈയിടെ ഒരു ലേഖനം എഴുതിയത്
തൻ്റെ ജീവിതത്തിലെ 3 കാര്യങ്ങൾ മധ്യപ്രായത്തോടടുത്തപ്പോൾ വേണ്ടായിരുന്നു എന്നവരൊന്ന് കൺഫസ് ചെയ്യുകയാണ്. വളരെ ശ്രദ്ധേയമാണ് 3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, അവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രി കാലത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ അവരോട് നോട്ട് എഴുതാൻ മേടിച്ചു. എന്നിട്ട് തിരിച്ചു കൊടുത്തപ്പോൾ അതിലവരെ ഇഷ്ടമാണെന്ന് എഴുതി കൊടുത്തു, അവരെഴുത്തു കൊടുത്തു. ദേഷ്യം വന്നിട്ട് അവർ ആ ബുക്ക് കീറി അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു. അന്നത്തെ കാലത്തൊക്കെ എഴുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഇപ്പം മധ്യപ്രായമൊക്കെ കഴിഞ്ഞ തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ ചില സംഭവങ്ങളെക്കുറിച്ച് അവർ ഓർത്തപ്പോൾ എഴുതുകയാണ്, അത് വേണ്ടിയിരുന്നില്ല, ഇനി നീ ഇങ്ങനെയൊന്നും എഴുതരുത്, എന്നോടിങ്ങനെയൊന്നും പെരുമാറരുതെന്ന് അവനോട് പറഞ്ഞാൽ മതിയായിരുന്നു. വീണ്ടും ഒരു സംഭവം മ്യൂസ് മേരി ജോർജ് എഴുതുകയാണ്. തൻ്റെ ഒരു വിദ്യാർത്ഥിനിക്ക് ഫീസ് കൊടുക്കുന്നത് അവരാണ്. ഒരിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ പാവപ്പെട്ട വിദ്യാർത്ഥിനി ഈ അധ്യാപികയെ കാണാൻ വന്നപ്പോൾ അവളെ തന്നോട് ചേർത്ത് നിർത്തി നന്നായി പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് അപ്രാവശ്യത്തെ ഫീസ് കൊടുക്കുന്നതിനിടയിൽ അസാധാരണമായ ഒരു ചൂട് ഈ വിദ്യാർത്ഥിനിക്ക് അനുഭവപ്പെട്ടു. ഒരമ്മയെപ്പോലെ ഈ ടീച്ചർ ഈ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ നീ പോയി ഒരു ഡോക്ടറെ കാണണം, നിൻ്റെ രക്തമൊന്ന് പരിശോധിക്കണം. ഇവൾ ടീച്ചർ പറഞ്ഞത് കേട്ട് പോയി ഡോക്ടറെ കണ്ടു, രക്തം പരിശോധിച്ചു, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ആ ആഘാതത്തിൽ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ഈ പെൺകുട്ടി മരിച്ചുപോയി. വേദനയോടെ ഈ ടീച്ചർ എഴുതുകയാണ്, അത് വേണ്ടായിരുന്നു, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനോട് രക്തം പരിശോധിക്കാൻ പറയരുതായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചു കാലം കൂടി എനിക്കവളെ കാണാമായിരുന്നു, അവളെ എന്നോട് ചേർത്ത് നിർത്താമായിരുന്നു, എനിക്കവൾക്ക് കുറച്ചു കാലം കൂടി ഫീസ് കൊടുക്കാമായിരുന്നു. 3ാമത്തെ സംഭവം മ്യൂസ് മേരി ജോർജ് എഴുതുകയാണ്, അവരുടെ അമ്മ മരിച്ചു. ആങ്ങളമാരും ഇവരും കൂടി അമ്മയുടെ മൃതശരീരം മോർച്ചറിയിൽ കൊണ്ടു കൊടുത്തു. ഇപ്പോഴത്തെ വലിയൊരു ആചാരമാണല്ലോ, വീട്ടിലാരെങ്കിലും മരിച്ചാൽ അന്നേരം നമുക്ക് മോർച്ചറിയിൽ കൊണ്ടു കൊടുക്കണം, അതൊരാചാരമാണ്. മോർച്ചറിയിലെ അറ്റൻഡർമാർ വന്ന് ഈ അമ്മയുടെ മൃതശരീരം ഏറ്റുവാങ്ങി പിറ്റേന്ന് രാവിലെ മൃതശരീരം വാങ്ങാനായി ഇവരെല്ലാവരും ചെന്നപ്പോൾ അമ്മയുടെ മൃതശരീരം കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി ബൊക്കയൊക്കെ കയ്യിൽ കൊടുത്ത് ഇങ്ങനെ അറ്റൻഡർമാർ കൊണ്ട് കയ്യിൽ കൊടുത്തു, ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോഴാണ് ഞെട്ടലോടെ മ്യൂസ് മേരി ഒരു കാര്യം ചിന്തിച്ചത്, എൻ്റെ അമ്മയെ അവസാനമായി കുളിപ്പിച്ചതാരാണ്? എൻ്റെ അമ്മയെ അവസാനമായി കുളിപ്പിച്ചതാരാണ്? ഇന്നലെ ഞങ്ങളുടെ അമ്മയുടെ ഈ മൃതശരീരം ഈ മോർച്ചറിയിലെ അറ്റൻഡർമാരുടെ കയ്യിലേക്കാണ് ഞങ്ങൾ കൊടുത്തത്, അവർ പുരുഷന്മാരാണ്. എൻ്റെ അമ്മയാകട്ടെ ഒരു നാണം കുണുങ്ങി, ഒരു വസ്ത്രം സ്ഥാനം മാറി കിടക്കുന്നത് പോലും സഹിക്കാനാവാത്ത ഒരു പാവം. ആ അമ്മയുടെ മൃതശരീരം അവസാനമായി കുളിപ്പിച്ചത് ഒരു പക്ഷേ ഈ പുരുഷന്മാരായ അറ്റൻഡർമാരായിരിക്കുമോ? എൻ്റെ അമ്മയെ എനിക്ക് അവസാനമായി ഒന്ന് കുളിപ്പിക്കാമായിരുന്നു. ഇവരെഴുതുകയാണ്, അത് വേണ്ടായിരുന്നു, എനിക്ക് കുളിപ്പിക്കാമായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞകാല ചില അനുഭവങ്ങളോട്, തീഷ്ണ യാഥാർത്ഥ്യങ്ങളോട് അത് വേണ്ടായിരുന്നു എന്നൊന്ന് പറയുന്നതിൻ്റെ പേര് കൂടിയാണ് വിശുദ്ധ കുമ്പസാരം. അതുകൊണ്ട് ഒരു ഭവനത്തിൻ്റെ ഗന്ധം ആരാധനയുടെയും കുർബാനാനുഭവത്തിൻ്റെയും വിശുദ്ധ കുമ്പസാരത്തിൻ്റെയും തൈല സുഗന്ധം കൊണ്ട് നിറഞ്ഞ ഒന്നായിരിക്കണം. നാം ആയിരിക്കുന്ന നമ്മുടെ വീട്, നാം ഇരിക്കുന്ന നമ്മുടെ വീട്, ഈ വീടിൻ്റെ അകത്തളം, നമ്മോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അവരാണ് നമ്മുടെ ആശ്വാസം, അവരാണ് നമ്മുടെ സമ്പാദ്യം. വീടാണ് പള്ളി. കുരിശു വരച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് പോലെ തന്നെ കുരിശു വരച്ചുകൊണ്ട് തിരികെ കയറേണ്ടുന്ന ഒരിടത്തിലിരുന്നാണ് ദൈവത്തിൻ്റെ വചനം അനുഗ്രഹീതമായി ഈ സന്ധിയിൽ നിങ്ങൾ കേൾക്കുന്നത്. ആമോസ് പ്രവചനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരിടയൻ തൻ്റെ ആടിൻ്റെ 2 കാലോ 1 കാതോ വലിച്ചെടുക്കുന്നത് പോലെ യഹോവയാം ദൈവം ഇസ്രയേലിനെ വിടുവിച്ചു. യഹോവയാം ദൈവത്തിന് ഇസ്രയേലിനോടുള്ള തീർന്നു പോകാത്ത സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ഉപമയാണ് ആമോസ് പറയുന്നത്. മധ്യപൂർവ്വ ദേശത്തെ ആയിരക്കണക്കിന് ആടുകളുടെ ഇടയിൽ നിന്ന് ഒരാടിനെയും കൊണ്ട് സിംഹം പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ ഇടയനോടും. 1000 ഇല്ലേ, ഒന്ന് പോയി എന്നല്ല. ദാവീദ് അങ്ങനെ സിംഹത്തെ കീറിക്കളഞ്ഞതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ടല്ലോ. ഇടയന് ഭയങ്കരമായ സ്നേഹമാണ് ആടിനോട്.
അങ്ങനെ ഈ ആടിനെയും പിടിച്ചുകൊണ്ട് സിംഹം ഓടുമ്പോൾ അതിൻ്റെ പിന്നാലെ ഇടയൻ ഓടുകയാണ്. ഈ ഓടുന്നതിനിടയിൽ തന്നെ ആടിൻ്റെ മുക്കാലും സിംഹത്തിൻ്റെ വയറ്റിൽ ചെന്നിരിക്കും. ഒരു സിംഹത്തിന് ഒരു ആടിനെ തിന്നാൻ എന്നാ നേരം വേണം? പാവം ഇടയൻ ഓടിച്ചെല്ലുമ്പോൾ പുറത്തേക്ക് നിൽക്കുന്നത് 2 കാലോ ഒരു കാതിൻ്റെ കഷണമോ. ഇടയൻ എന്ത് ചെയ്യും? ആമോസ് 3 പറയുന്നു, ഇടയൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് 2 കാലോ ഒരു കാതോ വലിച്ചെടുത്തിട്ട് പറയും, ഇതെൻ്റെ ആടിൻ്റെ കാലാണ്, എൻ്റെ പൊന്നാടിൻ്റെ കാതാണ്, ഇതും കൂടി തിന്നിട്ട് നീ പോകട്ട. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വാക്യമാണത്. ഈ മഹാവ്യാധിയുടെ കൊടുങ്കാലത്തിലൂടെ, ഇരുട്ടിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ മഹാവ്യാധിയാകുന്ന സിംഹത്തിൻ്റെ കൂർത്ത പല്ലുകൾക്കിടയിൽ പെട്ടുപോകാത്ത ആരാണുള്ളത്? മഹാഭാരതത്തിൽ പറയുന്നത് പോലെ അമ്പു കൊള്ളാത്തവരില്ല കുരുക്കളിൽ, കൗരവന്മാരിൽ അമ്പു കൊള്ളാത്തവരില്ല എന്നാണ് ഭാരതകാരൻ പറയുന്നത്. അതുപോലെ ഈ മഹാവ്യാധിയാകുന്ന സിംഹത്തിൻ്റെ കൂർത്ത പല്ലുകൾക്കിടയിൽ പെട്ടുപോകാത്തവരായി ആരാണുള്ളത്? ചിലർക്ക് ശാരീരികമായി ഇത് ബാധിച്ചു, ചിലർക്ക് മാനസികമായി, ചിലർക്ക് ആത്മീകമായി, ചിലർക്ക് സാമ്പത്തികമായി. ഇത് തൊടാത്തവരും ഇതിൻ്റെ പല്ലുകൾക്കിടയിൽ ഞെരിയാത്തവരും ആരാണ്? പക്ഷേ എൻ്റെ പൊന്നു തമ്പുരാൻ, ഒരിടയൻ തൻ്റെ ആടിൻ്റെ 2 കാലോ ഒരു കാതോ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ ഈ മഹാവ്യാധിയുടെ കൂർത്ത പല്ലുകൾക്കിടയിൽ നിന്ന് എന്നെ വലിച്ചെടുത്ത് ഇന്നെൻ്റെ ഭവന മധ്യത്തിലിരുത്തിയിരിക്കുകയാണ്, എൻ്റെ ദേവാലയ മധ്യത്തിലിരുത്തിയിരിക്കുകയാണ്, ഈ ദേശത്തിൻ്റെ മധ്യത്തിൽ നിർത്തിയിരിക്കുകയാണ്. വലിയൊരു ഉത്തരവാദിത്വമുണ്ട്, വലിയൊരു നിയോഗം നമുക്കുണ്ട്. പ്രശസ്ത സാഹിത്യകാരനായിരിക്കുന്ന കസൻ സാക്കീസ്, അദ്ദേഹത്തിൻ്റെ ചില നോവലുകൾ വിവാദമാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സാക്കീസിൻ്റെ മാതാപിതാക്കൾ കൃഷിക്കാരായിരുന്നു. ഗ്രീസിലെ ക്രീത്ത് ദ്വീപിലാണ് അവർ താമസിക്കുന്നത്. മുന്തിരി കൃഷിക്കാരാണ്. അവരെല്ലാ വർഷവും വേനൽക്കാലമാകുമ്പോൾ മുന്തിരി വിളവെടുക്കും. കടലിന് നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പാറയിൽ, ഈ ക്രീത്ത് ദ്വീപിലെ ഒരു പാറയിൽ ഈ മുന്തിരി എല്ലാം ഉണങ്ങാനായിട്ട് വിതിർത്തിയിടും. വലിയ ആഘോഷമാണ്, വലിയ പ്രത്യാശയാണ്, വലിയ നിറവാണ്. ഈ മുന്തിരി വിറ്റിട്ട് വേണം ആ ഗ്രാമവാസികൾക്ക്, ആ ദ്വീപുവാസികൾക്ക് ഒരു വർഷത്തേക്ക് വേണ്ടുന്ന ജീവിതം സന്ധാരണം ചെയ്യുവാൻ. അങ്ങനെ ഓഗസ്റ്റ് മാസത്തിലെ ഒരു വേനൽക്കാലം, അവിടെ വേനലാണ്, ആ സമയത്ത് ആയിരക്കണക്കിന് കിലോ മുന്തിരി തോട്ടങ്ങളിൽ നിന്നും വിളവെടുത്ത് ഇങ്ങനെ ഉണങ്ങാനായിട്ടിരിക്കുകയാണ്. എങ്ങും ആഹ്ലാദം. അപ്രതീക്ഷിതമായി വലിയൊരു മഴ പെയ്തു, ഒരു വലിയ മഴ. എന്താണ് സംഭവിച്ചത്? മഴവെള്ളത്തിൽ ഈ പാറപ്പുറത്ത് ഉണങ്ങാനിട്ടിരുന്ന മുന്തിരി മുഴുവൻ, പാതി ഉണങ്ങിയ മുന്തിരി മുഴുവൻ അവരുടെ കൺമുമ്പിലൂടെ ഒഴുകി കടലിലേക്ക് പോവുകയാണ്. ഈ കഴിഞ്ഞ 2 വർഷക്കാലം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും നാം ഇത്രയും കാലം കൊണ്ട് ഉണങ്ങാനിട്ടിരുന്ന മുഴുവൻ ഉണങ്ങിയ, പാതി ഉണങ്ങിയ മുന്തിരിക്കുലകൾ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതികൾ, സ്വപ്നങ്ങൾ കൺമുമ്പിലൂടെ ഒഴുകി കടലിൽ പോകുന്നത് കാണുകയല്ലേ? എല്ലാവരും കരയുകയാണ് ഈ മുന്തിരിയുടെ പോക്ക് കണ്ടിട്ട്. പുരുഷന്മാർ കരയുന്നു, കുഞ്ഞുങ്ങൾ കരയുന്നു, സ്ത്രീകൾ തങ്ങളുടെ തലമുടി വാരി വിതറി കരയുന്നു. എങ്ങും വിലാപം. കുഞ്ഞ് സാക്കീസും കരയുകയാണ്. ഈ കുഞ്ഞ് അപ്പോഴാണ് കരഞ്ഞുകൊണ്ടോർത്തത് തൻ്റെ മാതാപിതാക്കൾ എവിടെയാണ്. അവൻ പെട്ടെന്ന് തൻ്റെ അപ്പൻ്റെ പാടത്തേക്ക് ഓടി, മുന്തിരിത്തോട്ടത്തിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ അപ്പൻ വളരെ ശാന്തമായി, നിർനിമേഷനായി തൻ്റെ താടിയൊക്കെ തടവി തൻ്റെ പാടത്തിങ്ങനെ നിൽക്കുകയാണ്. ഈ കുഞ്ഞ് അപ്പനോട് ഉറക്കെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അപ്പാ, ഓൾ അവർ ഗ്രേപ്സ് ആർ ഗോൺ. അപ്പനെ, നമ്മുടെ മുന്തിരിയെല്ലാം മുഴുകിപ്പോയല്ലോ. അപ്പൻ വളരെ ശാന്തമായി ഈ കുഞ്ഞിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ്, ബട്ട് സൺ, വി ആർ ഹിയർ.
എന്നാൽ മകനെ, നാം ഇവിടെയുണ്ട്. ഏത് വലിയ പ്രതിസന്ധികളും പ്രവാഹങ്ങളും നമ്മളെ അടിച്ചുകൊണ്ടു പോകുമ്പോഴും നാം ഇവിടെ ഉണ്ട് എന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്ന ഈ ഒരു ഭവനത്തിൽ, ഒരു ദേവാലയത്തിൽ, അവിടെ നമ്മുടെ കർത്താവിൻ്റെ തൈലത്തിൻ്റെ ഗന്ധമുണ്ട്. അവൻ്റെ സുവിശേഷത്തിൻ്റെ തൈലത്തിൻ്റെ ഗന്ധമുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 3-ാം വാക്യം, അതിൻ്റെ അവസാന ഭാഗം, തൈലത്തിൻ്റെ ഗന്ധം കൊണ്ട് വീട് നിറഞ്ഞു. പ്രാർത്ഥനയാകുന്ന തൈലത്തിൻ്റെ ഗന്ധം കൊണ്ട്, നോമ്പുപവാസങ്ങളും ദൈവവചനവുമാകുന്ന തൈലത്തിൻ്റെ ഗന്ധം കൊണ്ട്, വിശുദ്ധ കുർബാനയും കുർബാനാനുഭവവും കുംഭസാരവുമാകുന്ന തൈലത്തിൻ്റെ ഗന്ധം കൊണ്ട് നമ്മുടെ ഭവനങ്ങളെയും ദേവാലയങ്ങളെയും ചുറ്റുവട്ടങ്ങളെയും സുഗന്ധപൂരിതമാക്കുവാൻ ഈ വചന ശുശ്രൂഷയും കൂടിവരവും ഈ നിമിഷങ്ങളും മുഖാന്തിരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, അഭിവദ്യ തിരുമനസ്സിനോടും വൈദിക ശ്രേഷ്ഠരോടുമുള്ള ആദരവ് അറിയിച്ചുകൊണ്ട്, കേട്ടിരുന്ന ഭവനത്തിൻ്റെ ഉൾത്തളങ്ങളിലിരുന്ന് ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം പറഞ്ഞുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ.